ഈശോയിലേക്ക് സ്നേഹം നിറഞ്ഞവരെ, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് ഇതിന് രണ്ട് ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റവും ആദ്യമായി നമ്മൾ കാണുക, ഈശോ ഉപമകൾ വഴി സംസാരിക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് ഈ ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി തന്നെ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കിലേക്ക് എത്തുന്ന ഒരു മനോഹരമായ ഭാഗമാണ് കാണുക. ഈശോയുടെ അടുക്കിലേക്ക് എത്തിയതിന് ശേഷം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്: ഉള്ളവന് നൽകപ്പെടുകയും ഇല്ലാത്തവന് അത് എടുക്കപ്പെടുകയും ചെയ്യും. സാധാരണ ഇല്ലാത്തവനാണ് നമ്മൾ അനേകം കൊടുക്കുകയും ഉള്ളവന് അത്യാവശ്യം കൊടുക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഈ പറയുന്ന കാര്യം എന്തിനെക്കുറിച്ചായിരിക്കും ഈശോ ഇത്രമാത്രം വ്യാഖ്യാനം നൽകുക? ഉള്ളവന് ഇനിയും അധികമായി വർദ്ധിക്കപ്പെടും, ഇല്ലാത്തവനത് വർദ്ധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപമകൾ വഴി അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. തന്നെ അടിസ്ഥാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരുവനൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് വർധനവാണ് എല്ലാ ദിവസവും ഉണ്ടാകുക. ഒരു കത്തോലിക്കനായി ജീവിക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്: എൻ്റെ സകലത്തിൻ്റെയും നാഥനും പിതാവുമായ യേശു ക്രിസ്തു എനിക്ക് എല്ലാ കാര്യത്തിലും എന്നെ ശക്തിപ്പെടുത്തും, അവനിലൂടെ എനിക്ക് എല്ലാ കാര്യവും സാധ്യമാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് വർധനവുണ്ടാകും. നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസം ചെറുപ്പം മുതൽ വളർന്നു വരികയായിരുന്നു ചെയ്യുക. ചെറുപ്പത്തിലെ അതേ വിശ്വാസമല്ല ഇപ്പമുള്ളത്. അപ്പം ഉള്ളതിൽ നിന്ന് അധികമായി വളരുകയും അധികമായി നമ്മൾ ബലപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഒരു വിശ്വാസമില്ലാത്തവന് എന്നാണ് വളരുക? ഒരു വിശ്വാസം പോലും വളരാൻ സാധ്യതയില്ല. കാരണം അവൻ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ വിശ്വാസമില്ലാത്ത ജനതയോട് നോക്കിക്കൊണ്ടാണ് ഈശോ ഉപമകൾ വഴി അവർക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ. കാരണം അവർ മുൻപിൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവർ കേൾക്കുന്നില്ല, കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്നാണ് ഈശോ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുക നമ്മളെ. അപ്പം അവരിങ്ങനെ കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഉപമകൾ വഴിയേലും സംസാരിക്കുന്നു. കാരണം അങ്ങനെയേലും ഇച്ചിരി വിശ്വാസം, ഒരല്പവിശ്വാസമേലും അവർ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഈശോ ആദ്യം നൽകുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് വിശ്വാസത്തിന് വർധനവുണ്ടാകും. ഏതൊരു അവസ്ഥയിലും നമുക്ക് വിശ്വാസം അധികമായി തീരും. ഏതൊരു നിമിഷത്തിലും നമ്മുടെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കും. ഒരു സങ്കടകരമായ സംഭവം സംഭവിച്ചാൽ പോലും നമ്മൾ വിശ്വാസം കൈവിട്ടുള്ള രീതിയിലേക്ക് കടന്നു ചെല്ലുകയും, നേരെ മറിച്ച് ഒരു വിശ്വാസമില്ലാത്ത ഒരുവന്, ഒരു പള്ളി പോകാതെ, പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ വിശുദ്ധ ബലികൾ പങ്കെടുക്കാതെ എന്നുള്ള ഒരു മനുഷ്യന് തനിക്ക് ഇല്ലാത്ത വിശ്വാസം എത്രമാത്രം കൂന കൂട്ടിയാന്ന് നോക്കിയാലും അതുണ്ടാവുകയില്ല. കാരണം അവനതില്ല. ആ ഇല്ലായ്മയിലാണ് ഈശോ അവനിലേക്ക് കുറെ ഉപമകൾ സംസാരിക്കുന്നതും ഓരോ രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലും വിശ്വാസം ഉള്ളവരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് എടുക്കേണ്ട രീതി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ അതോ വിശ്വാസമില്ലാത്തവരാണോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മളിന്ന് ഉത്തരം കൊടുക്കേണ്ടതാണ്. കാരണം ഈശോ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്തവർക്ക് അത് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഉള്ളതിന് ഉള്ള എത്രയൊക്കെയുണ്ടോ അതും കൂടെ പോവും. അതാണ് ഈശോ പറയും. അതാണ് ഒന്നാമത്തെ സുവിശേഷ ഭാഗത്തിലെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുൻപേ അനേകർ പ്രവാചകന്മാര്, മറ്റ് ജനതകൾ നിങ്ങൾക്ക് മുൻപേ നിങ്ങൾ കാണുന്നതൊക്കെ, നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ കേൾക്കുന്നതൊക്കെ കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവർക്ക് സാധിച്ചില്ല എന്നാണ് ഈ കാര്യത്തെ സൂചിപ്പിക്കുക. നിങ്ങളെ പഴയ നിയമത്തിലും അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിലും നമുക്കറിയാം, അവരെല്ലാവരും ഒരു മിശിഹായെ കാത്ത് നിന്ന ഒരു സമയമാണ്. മിശിഹ കടന്നു വരും, ഈശോ അല്ലെങ്കിൽ മിശിഹ കടന്നു വന്ന് അവരുടെ രാജ്യത്തെ, അവരുടെ ദേശത്തെ പൂർണ്ണമായി രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴും യഹൂദ പാരമ്പര്യത്തിലുണ്ട്. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് എങ്ങനത്തെ മിശിഹായാണ്? അവരുടെ രാജ്യത്തെ യുദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൽ നിന്ന് ഒരു സാധാരണ ഒരു രാജാവിനെ പോലെയുള്ള ഒരു മിശിഹായാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ശരിക്കും മിശിഹ വന്നത് ദൈവീക പ്രവൃത്തി പൂർത്തിയാകാൻ വേണ്ടി,
പക്ഷെ അതുകൊണ്ട് യഹൂദ പാരമ്പര്യത്തിലുള്ള ഒരു മനുഷ്യന് പോലും ദൈവം മനുഷ്യനായി കടന്നു വരുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം വേറൊരു തലമാണ്, മനുഷ്യൻ വേറൊരു തലമാണ്. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ദൈവം മനുഷ്യരായി കടന്നു വന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവൻ നമുക്ക് വേണ്ടി ബലിയായി മാറിയ ഏറ്റവും വലിയ സ്മരണയാണ് പലരും ആഗ്രഹിച്ചിട്ടും കിട്ടാതിരുന്നത്. പഴയ നിയമത്തിൽ നോക്കിയ പ്രവാചകന്മാര്, പഴയ പ്രവാചകന്മാരും മറ്റു പലരും ഇത് ആഗ്രഹിച്ചിരുന്നു. മിശിഹ കടന്നു വരുന്നത് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവർക്ക് സാധിച്ചില്ല ഇത് കാണാൻ. ഈശോ കടന്നു വരുന്നത് പല അവസ്ഥകളിലും പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോഴാണ്. പഴയ നിയമത്തിൽ എത്തുന്നത് മാത്രമല്ല, പുതിയ നിയമത്തിൽ എത്തിയതിനു ശേഷം ഈശോ ബലിയായി മാറുന്നത് അവന് ജീവിതം തുടങ്ങി 33 വർഷത്തോളം കാലങ്ങൾ കഴിയുമ്പോഴാണ്. അപ്പം ബലിയായി മാറിയ ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച അനേകം പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഈ ഭാഗ്യം അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ദൈവമക്കളെ, നമുക്ക് ലഭിച്ചത് ഇതൊരു ഭാഗ്യമാണ്. അവനെ തന്നെ അവൻ പൂർണ്ണമായി ബലിയായി, വിശുദ്ധ ബലിയായി നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഒരു ഭാഗ്യമാണ്. നമുക്ക് മുമ്പേ നമ്മൾ കാണുന്ന എത്രയോ മനോഹരമായ പ്രവാചകന്മാര്, എത്രയോ ശ്രേഷ്ഠമായ രാജാക്കന്മാര്, പ്രഭുക്കന്മാരൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്നതാണ് ഈ മിശിഹായോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം, ഈ മിശിഹായുടെ ബലിയിൽ പങ്കാളിയാകണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ അവർക്കൊന്നും ദൈവം നൽകിയില്ല. ദൈവം നൽകിയത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. കാരണം ദൈവം തെരഞ്ഞെടുത്ത ഓരോ ദൈവമകനും ദൈവമകളുമാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പരിശുദ്ധ ബലിക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നതോ കൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും പ്രവാചകന്മാരെക്കാളിലും പല ജനതയെക്കാട്ടിലും തെരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഓരോ ദിവസവും വിശുദ്ധ ബലിയായി ഈശോ നമ്മുടെ നാമത്തിലേക്ക് കടന്നു വരുന്നത്. എത്രയോ ജനതകൾക്ക് ഇത് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ നോക്കിക്കേ, എത്രയോ ജനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ ബലിക്ക് കടന്നു വരണം, ആരോഗ്യ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ ബലിക്ക് മുന്നോട്ട് പോകണം, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന അനേകം പേരുണ്ട്. എന്നാൽ പോലും നിങ്ങളിൽ എന്തൊരു സംഭവം, എന്തൊരു സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഏതൊരു അവസ്ഥയാണെങ്കിൽ പോലും നിനക്ക് ബലിയായി ഈശോ ഓരോ ദിവസവും അൾത്താരയിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട്. ആ വിശുദ്ധ ബലിയുടെ യോഗ്യത നമ്മൾക്ക് മാത്രമല്ല, ലോകം മുഴുവനും കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം അനേകർ ആഗ്രഹിച്ച ഒന്നാണിത്, പക്ഷെ ലഭിച്ചത് നമുക്കാണ്. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പലപ്പോഴും പിന്നോക്കമായി പലപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി കെട്ടി പലപ്പോഴും നമ്മളെ പല അവസ്ഥകളിൽ നമ്മളൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള ചിന്തയിൽ ദൈവം ആശ്വാസമായി പറയുകയാണ്, ദൈവമകനെ, ദൈവമകളെ, നിങ്ങൾക്ക് ഞാൻ ബലിയായി എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ട്. പക്ഷേ അനേകർ പ്രാർത്ഥിച്ച്, അനേകർ ആഗ്രഹിച്ചിട്ട് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്ത ജനതയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ തെരഞ്ഞെടുത്തതാണ്. ആ നിങ്ങൾക്ക് വേണ്ടി ബലിയായി വരുമ്പോൾ നിങ്ങളിത് വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും ഇത് വിശ്വസിക്കാനാണ്. മക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. ഓരോ ദിവസവും പരിശുദ്ധ ബലി, എല്ലാ ദിവസവും പരിശുദ്ധ ബലിക്ക് നമുക്ക് ഒന്നു ചേർന്ന് പങ്കുചേരുവാനും നമുക്ക് തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയുടെ യോഗ്യത നമ്മളെപ്പോഴും സംരക്ഷിക്കുകയും നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത ദൈവം, വിശുദ്ധ ബലി നൽകുവാനായിട്ട് തിരഞ്ഞെടുത്ത ദൈവം നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.